രാവിലത്തെ ലൈവ് ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ. റെക്കോർഡിംഗ് എടുത്തു വെച്ച് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അർജുനും ജാസ്മിനും കൂടി ഒരു പൊളി പൊളിച്ചു രാവിലെ ലൈവിനകത്ത്. ചിരിച്ചിരിച്ച് ഊപ്പാടിളകി. പരിഷ്കാരികളും കോടീശ്വരന്മാരുമായിട്ടുള്ള ദമ്പതികളായിട്ട് നമ്മുടെ ജാസ്മിനും അർജുനും, അതായിരുന്നു ഹോട്ട്സ്റ്റാറിന്റെ ഒരു ടാസ്ക് ആണ്, ഫാൻ സോൺ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ടാസ്ക് ആണ്. രണ്ടുപേരും ഒരു രക്ഷയില്ലായിരുന്നു, പ്രത്യേകിച്ച് അർജുൻ. ശ്രീതു ബെല്ലി ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ശ്രീതുവിനോട് ബെല്ലി ഡാൻസ് കളിക്കാൻ പറഞ്ഞതാണ് അർജുന്. അപ്പൊ അർജുൻ ആ കാശ് വിതർന്നതും, പിന്നെ ശ്രീതുവിന്റെ തക്കാളിത്തൊക്ക് ടോം ക്രൂസിന് കൊടുത്ത കഥ പറഞ്ഞതും അങ്ങനെ ഫുൾ വിറ്റായിരുന്നു അർജുന്റെ വക. ആ കോട്ട് ഇട്ടതും പുള്ളി കഥാപാത്രമായിട്ട് അങ്ങ് മാറി. പിന്നെ ആ കോട്ട് നല്ല രീതിയിൽ ചേരുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ആ കോട്ട് കാണാനായിട്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അർജുനെ ബിഗ് ബോസ് അങ്ങ് അഴിഞ്ഞാടാനായിട്ട് വിടും, ഈ രീതിയിൽ ഒരു ഫാൻ സോൺ ടാസ്ക് കൊടുത്തിട്ട്. അപ്പോഴൊക്കെ അർജുൻ നൈസായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ചിരിച്ചിരിച്ച് പണി തീരുകയും ചെയ്യും അർജുന്റെ വിറ്റുകൾ കേട്ടിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ ജാസ്മിൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ജാസ്മിന്റെ കയ്യിൽ ചില മുറി ഇംഗ്ലീഷ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ലൈവിൽ വെറുതെ കേൾക്കുമ്പോഴേ നമുക്ക് ചിരി വരുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഈ ബട്ട്ലർ ഇംഗ്ലീഷ് വെച്ചിട്ടുള്ള കളികളായി. അപ്പം ഈ ഒരു ആക്ടില് തകർത്ത് വാരിയിട്ടുണ്ട് ജാസ്മിനും. അത് ഓപ്പൺ ആയിട്ട് പറയാണ്. എവജിയിലും ഒക്കെ കുച്ചി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത്. പിന്നെ നോ ഹാഫ് ചന്തി ഓൺ ദ സോഫ എന്നൊക്കെ പറഞ്ഞതൊക്കെ കിടുവായിരുന്നു. പിന്നെ അഭിഷേക് അടുത്ത് വന്നിരിക്കുമ്പോ ബേബി ഹി തോട്ട് അറ്റ് മീ എന്ന് പറയുന്നതൊക്കെ ശരിക്കും ചിരി വന്നു. പിന്നെ ഐ ഹേർഡ് സിജോ ഫോറസ്റ്റ് ഫയർ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ കുറെ കൗണ്ടറുകളുണ്ട് ജാസ്മിന്റെ വക. സിജോ തിരിച്ച് ഒരു ചുട്ട മറുപടി തന്നെ കൊടുത്തിരുന്നു. ഇത്തിരി പേഴ്സണൽ ഒക്കെയാണ്, പക്ഷെ ജാസ്മിൻ വലിയ കാര്യമാക്കിയൊന്നുമില്ല. ബേക്കറിയിൽ നിന്ന് പഫ്സ് കഴിച്ചിട്ട് തൊണ്ടയിൽ കുരുങ്ങി, അതുകൊണ്ട് പാട്ട് പാടാൻ പറ്റില്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം വിറ്റായിരുന്നു ജാസ്മിനും അർജുനും ഇവിടെ രാവിലെ.